ഹലോ. കുറേ കാലത്തിന് ശേഷം എല്ലാവരും കൂടി ഫ്രീ ആയിട്ട് ഒരു ദിവസം അമ്മായിൻ്റെ വീട്ടിൽ ഒത്തുകൂടി. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം എങ്ങനെ കാര്യങ്ങളിലേക്ക് കിടക്കുക. ഫസ്റ്റ് തന്നെ ചെമ്പ് പൊട്ടിക്കലും ബിരിയാണീൻ്റെ റൈസ് വേറെ പാത്രത്തിലേക്കാക്കിയിട്ട് കായെടുത്ത് നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ പോകുന്നതാണ്. അങ്ങനെ അടുക്കളയിൽ എല്ലാവരും കൂടി ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും കാര്യങ്ങളും നല്ല ഹരയിന് കേട്ടോ. ആ ചെപ്പ് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഓരോ തമാശകളും ഓരോ ഊക്കലും നല്ല ഹരമായിന്. അതിൻ്റെ ഇടയിൽ നല്ല ചൂടുള്ള ചോറാണ് താത്ത എടുക്കുന്നത്, ദം പൊട്ടിക്കുന്നത്. അപ്പം താത്ത പറയും, നിങ്ങൾ ഈ ഓരോ കോമഡി പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിപ്പിച്ചിട്ട് എനിക്കിതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ഹരമായിന്. എന്തൊരു പരിപാടി ഉണ്ടായാലും ആദ്യം ഫുഡാണല്ലോ മുഖ്യം. അപ്പം അങ്ങനെ ഫുഡിലേക്കായി കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് ഫുഡ് വിളമ്പൽ തുടങ്ങി. അപ്പോൾ വിളമ്പാൻ തുടങ്ങിയപ്പോൾ ടേബിൾ മേൽ വെച്ചാൽ എല്ലാവരും കൂടി ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതല്ല അതിൻ്റേതായ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങളെന്താക്കി, അങ്ങോട്ട് പായ അങ്ങോട്ട് വിരിച്ച് മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ അവിടെ അങ്ങോട്ട് ഇരുന്ന്, എന്നിട്ട് എല്ലാവരും കൂടി കുശലം പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ച്. കുറേ കാലത്തിന് ശേഷം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നത്. നല്ല ഹരം ഉണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ അകത്ത് വീട്ടിനുള്ളതിൽ നല്ല അതിനേക്കായിട്ടും നല്ല സൗണ്ടിൽ എല്ലാവരും കളിയും തമാശയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്ന കേട്ടോ നിങ്ങളീ കാണുന്നത്. ആ മഴയൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മളിവിടെ വീട്ടിനുള്ളിൽ നിന്ന് എല്ലാവരും നല്ല ഹരമായിട്ട് ഫുഡ് കഴിക്കുന്നു, വർത്തമാനം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അങ്ങനെ ചോറ് നിലയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡെസേർട്ടാണല്ലോ അടുത്തത്. അപ്പം കസ്റ്റേർഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പം മിക്സഡ് കസ്റ്റേർഡ് കഴിക്കാൻ എടുത്തുകൊണ്ടിരുന്ന കാണുന്നത്. ഞാൻ താത്തനെ ചോദിക്കുക, താത്ത എങ്ങനെ ഉണ്ട്? അടിപൊളി എന്നാ താത്ത പറയുന്നത് കേട്ടോ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു.
കുറേ ഡാൻസൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ചേച്ചി കുറച്ച് റീൽസൊക്കെ എടുക്കാം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി റീൽസ് എടുക്കുന്ന പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്ന് ഉമ്മമാർ തൊട്ടിട്ട് അമ്മായികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ പുതിയ റീലുണ്ടല്ലോ, ശോകം വേണ്ട മോകം വേണ്ട ചങ്ങായി കൂട്ടിനില്ലേ, അത് കളിക്കടോ. എനിക്കങ്ങനെ പാടാനൊന്നും അറിയില്ല, എന്നാലും ഇങ്ങനെ ഒപ്പിച്ചൊക്കെ പാടും. അങ്ങനെ ഈ റീൽസൊക്കെ എടുത്ത് റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അങ്ങോട്ടൊക്കെയുള്ള കടമ്പ ചായ കുടിക്കാൻ പഴം നിറച്ചതുണ്ടായിരുന്നു, പിന്നെ ഇറച്ചി കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് അതിൽ ആ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ദിക്ർ എടുക്കാൻ വേണ്ടിയിരുന്നു. മഗ്‌രിബായപ്പോൾ എല്ലാവരും കൂടിയതല്ല. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ടും വീടിന് ബർക്കത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എല്ലാവരോടും കൂടുമ്പോൾ എല്ലാവരും ദുആ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളും നമ്മളെല്ലാവരും കൂടിയും ദിക്ർ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു മഗ്‌രിബായപ്പോൾ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയും ഡാൻസ് കളിയും പിന്നെ അത് കഴിഞ്ഞ് ചായ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് ദിക്റെടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ ഇരുന്നിട്ടുള്ള എന്തെങ്കിലും കളികളാവാം, അതാണ് നല്ലത് വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് കള്ളനും പോലീസും കളിക്കുക, അതിലേക്ക് അങ്ങോട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരിക്കുക കേട്ടോ. ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ കള്ളനെ കണ്ടെത്തലും കാര്യങ്ങളൊക്കെ നല്ല ഹരമായിരിക്കുമല്ലോ. അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ്, എല്ലാവരും ഇരിക്കുക. അപ്പം ഞാനൊന്നിതാ ഫസ്റ്റത്തെ റൗണ്ട് തുടങ്ങാൻ പോവാം കേട്ടോ. അതാ ഇട്ടിട്ട് എല്ലാവരും എടുത്തേക്ക് അങ്ങനെ കള്ളനും പോലീസും കളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി റെസ്റ്റ് എടുക്കുക, അട്ടിമലൊക്കെ എടുക്കുകയാണ് ഹോളിൽ തന്നെ. നല്ലൊരു രസം കേട്ടോ ഇന്നത്തെ ദിവസം. കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം, അതുപോലെ തന്നെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു കുടുംബത്തിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഓക്കെ, ബൈ.